അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമ്മൾ ഇന്ന് പുതിയൊരു യാത്രയുടെ തുടക്കത്തിലാണ്, അല്ലെ? നമ്മള് ഈ ഒരു 6 മാസത്തെ ജേണി ആയിട്ടാണ്, ഈ 6 മാസത്തെ യാത്ര ആയിട്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളെ ഈ ഒരു യാത്ര നമ്മൾക്ക് മാറ്റം വരുത്താനുള്ളൊരു യാത്രയാണ്. നമുക്ക് എല്ലാ രീതിയിലും മാറ്റം വരുത്താനുണ്ട്, അല്ലെ? നമ്മള് റമദാനിൽ ഒരുപാട് ശ്രമിച്ചു, അൽഹംദുലില്ലാ. നമ്മൾ ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കും. പലപ്പോഴും പലരും മാറണമെന്ന് ആഗ്രഹിച്ചിട്ട് അതുപോലെ കഴിയാത്തവരുണ്ട്. ഇൻഷാ അല്ലാ ഇനിയുള്ള 6 മാസം നമ്മുടെ ഈ ഒരു യാത്ര തന്നെ, ഇൻഷാ അല്ലാ. ഓരോ ദിവസവും നമ്മുടെ ജീവിതം മാറാനുള്ള യാത്രയിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ എല്ലാവരും എത്തിപ്പെട്ടതിന് തന്നെ ഒരു കാരണമുണ്ട്. അത് തീർച്ചയായിട്ടും അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. ഈ വീഡിയോ ഓരോരുത്തരും കാണാൻ ഇടയാവുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് വീഡിയോകൾക്കിടയിൽ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഒരിക്കലും ഒരു യാദർശികമായിട്ടുള്ള കാര്യമല്ല. നമ്മൾക്ക് പലർക്കും ഉള്ള ബുദ്ധിമുട്ടാണ്, മനസ്സിന് സമാധാനമില്ല, ഓവർ തിങ്കിങ് ആണ്, എപ്പോഴും വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്ന സ്വഭാവമാണ്. അതേപോലെ ഉം, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിന്തിച്ച് വിഷമിക്കുന്നവരാണ്. ഉം, ഒരു എങ്- ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതമാണ്. എന്തിനാ എണീക്കുന്നത്, എന്തിനാ ഉറങ്ങുന്നതെന്ന് അറിയുന്നില്ല. അല്ലെങ്കിൽ ഓരോ ദിവസവും എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള അറിയുന്നില്ല. ലൈഫ് ഒരു ട്രാക്കിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവാന്നല്ലാതെ അത് എങ്ങോട്ടാണ് എത്തുന്നത് എന്നോ ആ വഴി എവിടെയാണ് തീർന്നത് എന്നോ ഒന്നും ആ ഒരു ഐഡിയ ഒന്നും ഇല്ലാത്ത, ഒരു ഡയറക്ഷൻ ഇല്ലാത്ത ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഖുർആനിനോട് കണക്ഷൻ കുറവാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ് വെച്ചാല് അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ എന്തോ ഒന്ന് മിസ്സിംഗ് ആണ്, എന്തോ ഒന്ന് ഇല്ല എന്നുള്ള ഫീല് ചെയ്യുന്നുണ്ട്. ആ മിസ്സിംഗ് എന്ന് പറഞ്ഞ ഖുർആനാണ്, അള്ളാഹുമായിട്ടുള്ള കണക്ഷനാണ്. ഇൻഷാ അല്ലാ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒരു സമാധാനായിട്ടുള്ള മനസ്സ്, ഒരു ഈ പീസ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും സമാധാനത്തില് നമ്മളോട് പെരുമാറുന്നവർ പല രീതിയിലാവാം. ദേഷ്യത്തോടെ ആവാം, സങ്കടത്തോടെ ആവാം, വിഷമത്തോടെ ആവാം, ഇങ്ങനെ പല രീതിയിൽ, പുച്ഛത്തോടെ ആവാം. എങ്ങനെ പെരുമാറിയാലും അല്ലെങ്കിൽ നമ്മളെ ആരോട് എങ്ങനെയൊക്കെ സംസാരിച്ചാലും നമ്മുടെ മനസ്സ് സമാധാനത്തിൽ ഒരു പതിയെ ഒഴുകുന്ന പുഴ പോലെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ ആവുന്നത് ഒന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അതേപോലെ നമ്മളെ ഹൃദയം എപ്പോഴും പീസ്ഫുൾ ആയിട്ടിരിക്കുക, എപ്പോഴും സമാധാനത്തിലും സന്തോഷത്തിലും ഇരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ജീവിതത്തിൽ, എന്നാൽ പോലും എന്റെ ഹൃദയത്തിന് ഒരു സമാധാനം ഉണ്ട്. അതേപോലെ അള്ളാഹുവിനോട് സ്ട്രോങ് കണക്ഷന്, അള്ളാഹുമായിട്ട് ഒരു സ്ട്രോങ് കണക്ഷന്. നമ്മൾ എപ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ഓക്കെ, ഇത് അള്ളാഹിന്റെ മുന്നിലാണ്, ഞാൻ അള്ളാഹിനോടാണ്, ആ ഒരു ഖുശുവോട് കൂടിയിട്ടുള്ള നിസ്കാരം നിസ്കരിക്കാൻ കഴിയുക. അതേപോലെ കോൺഫിഡൻസ് ഉള്ള മുസ്ലിമെ ആയിട്ട് മാറുക. ഓക്കെ, ഞാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മുസ്ലിമെ ആയിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള അവരെക്കാളും മുന്തിയ രീതിയിൽ എന്നതിനെല്ലാം അപ്പുറം എന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മുസ്ലിമെ ആയിട്ട് ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അൽഹംദുലില്ലാ, അതാണ് എന്റെ കോൺഫിഡൻസ്. ഞാൻ അള്ളാഹുവിന്റെ മുന്നിൽ വില ഉള്ള ഒരു സ്ത്രീയാണ്. അൽഹംദുലില്ലാ, അതായിരിക്കണം നമ്മുടെ കോൺഫിഡൻസ്. അല്ലാതെ പുതിയൊരു വസ്ത്രം ഇട്ടു, ഓക്കെ, അപ്പം ഭയങ്കര കോൺഫിഡൻസ്, ആത്മവിശ്വാസം. 4 ദിവസം കഴിഞ്ഞാൽ ആ വസ്ത്രം അത് നാലിട്ടിട്ടതല്ലേ, പഴയതായി. അപ്പം അതിടുമ്പോ ആ കോൺഫിഡൻസ് ഇല്ല. ആ രീതിയിലാവരുത് ഒരു മുസ്ലിമിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. വസ്ത്രമോ അല്ലെങ്കിൽ ബാഹ്യമായ കാര്യങ്ങളല്ലാതെ നമ്മളെ ഹൃദയത്തിൽ തൊട്ടിട്ട് ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അടിമയാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺഫിഡൻസ്. ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും ആവാൻ കഴിയും. അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. ഈ 6 മാസം കൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ ഖുർആന് ശരിയായി ഓതാൻ കഴിയും. തജ്വീദിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. ഹിഫ്ള് ഈസി സിസ്റ്റത്തിലൂടെ ഹിഫ്ള് പഠിക്കാൻ കഴിയും ഇൻഷാ അല്ലാ. മീൻ അർത്ഥം അറിഞ്ഞിട്ട്, അർത്ഥം മനസ്സിലാക്കിയിട്ട് ഖുർആന് ഓതാൻ കഴിയും.
അതേപോലെ തന്നെ ഡെയിലി ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ കഴിയും, ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്ക് എന്നും ചെയ്യുന്ന കാര്യം നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്, അപ്പൊ അതൊരു ചിട്ടയായിട്ട് വരും. നമ്മുടെ ജീവിതം ചിട്ടയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇൻഷാ അല്ലാ. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളെ ലൈഫ് മാറുക എന്നുള്ളതല്ല, മെല്ലെ പതിയെ 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 നമ്മുടെ ലൈഫ് മാറും ഇൻഷാ അല്ലാ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഡെയിലി ഇത്ര സമയം ഖുർആനിന് വേണ്ടിയിട്ട്, ഇന്ന സമയം ഇത്ര സമയം മാറ്റി വെക്കുക. അത് നിർബന്ധമായിട്ടും ആ സമയത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ വന്നാലും എന്റെ ഖുർആന്റെ സമയമാണത്, ഈ സമയത്ത് ഞാൻ അത് ചെയ്യൂല, ഇതാണ് എനിക്ക് പ്രധാനം എന്നുള്ള രീതിയിൽ ഖുർആനിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക. അല്ലെങ്കിൽ ഖുർആന്റെ സമയം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ഇഹലോകത്തിനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ആ രീതിയിൽ. ഓക്കെ, ഫസ്റ്റ് പ്രയോറിറ്റി ഖുർആനാണ്. ഖുർആന്റെ സമയം ഈ സമയം ഖുർആനുള്ളതാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക. രണ്ടാമത്തെ കാര്യം ദിക്റ് ചൊല്ലാൻ സമയം മാറ്റി വെക്കുക. ദിക്റ് ചൊല്ലാൻ സമയം മാറ്റി വെക്കുക എന്നത് നമുക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റിയ ഒരു കാര്യമാണ് ദിക്റ്, അല്ലെ? നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും ഈ വിശ്രമിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ദിക്റ് കൊണ്ട് നമ്മുടെ നാവിനെ നനയ്ക്കാൻ കഴിയും. പിന്നെ ഉള്ളത് ചെറിയ കൺസിസ്റ്റൻസി പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ചെറിയ രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്താൽ പോലും പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ നമുക്കത് വലിയ റിസൾട്ട് ആയിട്ട് വരും, അല്ലെ? ഒരു വലിയ മല കയറാൻ നമ്മൾ ഓടി ചാടി കയറുകയല്ലല്ലോ ചെയ്യുക, ഓരോ സ്റ്റെപ്പ് വെച്ച് മെല്ലെ 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 മുകളിലേക്ക് എത്താണ് ചെയ്യുക. പക്ഷെ നമ്മള് 100ാമത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ചിലപ്പം അള്ളാഹു അത് 1000ാമത്തെ സ്റ്റെപ്പാക്കി മാറ്റി തരും. അത് അള്ളാഹ്ക്ക് കഴിയുന്നതാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ സ്റ്റെപ്പുകൾ നിർത്താതിരിക്കുക, ബാക്കി അള്ളാഹുവിൽ തവക്കൽ കൊടുക്കുക. ഒരു അള്ളാഹുവേ, ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണേ റബ്ബേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങളുടെ ഹൃദയം ഖുർആനിലേക്ക് അടുപ്പിക്കണേ റബ്ബേ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രധാനപ്പെട്ട റൂൾ എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, വീക്ക്ലി ദിവസം പ്രാക്ടീസ് ചെയ്യുക, ഈ ആഴ്ചയിലുള്ള ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇത് ഒരു സാഹോദര്യ യാത്രയാണ്. എന്ന് വെച്ചാൽ സഹോദരിമാരുടെ യാത്രയാണ്, നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഈ ജീവിതയാത്രയിൽ നമ്മൾ ഒരുമിച്ചാണ്, ആരും ഒറ്റയ്ക്കല്ല ഇൻഷാ അല്ലാ. ഇന്ന് നമ്മൾ എടുക്കുന്ന ഈ ഒരു ചെറിയൊരു സ്റ്റെപ്പ് നാളെ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു മാറ്റമാവും. അപ്പം നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് ഒരുപാട് മേഖലകൾ ഉണ്ടാവും, അല്ലെ? നമ്മളെ ശരീരത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, എനിക്ക് ഇങ്ങനെയുള്ള ശരീരമാണ് ആവശ്യം, അല്ലെങ്കിൽ ആഗ്രഹം, എനിക്കിങ്ങനെ ഈ എന്താ പറയാ, ആരോഗ്യത്തോട് കൂടിയിട്ടുള്ള, അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരം, തരിച്ച ശരീരം, അല്ലെങ്കിൽ ഈ രീതിയിൽ ആണ് എനിക്ക് എന്റെ ശരീര ആഗ്രഹം, അല്ലെങ്കിൽ ഇത്രയും ആരോഗ്യമുള്ള ഹാപ്പി ആയിട്ടുള്ള, ഈ രീതിയിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും സ്വന്തം ശരീരത്തെ കുറിച്ചുള്ള. അപ്പം ആ ശരീരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ആദ്യം ആഗ്രഹം എഴുതുക, അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ കഴിയുക, അതിലിപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, എന്താണ് ഇന്ന അതിൽ നിന്നും മുടക്കുന്നത്, ഈ കാര്യങ്ങളൊന്ന് സ്വയം ഒന്ന് ചിന്തിക്കാം. അതേപോലെ മനസ്സിന്റെ ആഗ്രഹം ഉണ്ടാവും, മെന്റലി ഉള്ള ആഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിരിക്കും, അല്ലെ? എനിക്ക് എന്റെ മനസ്സ് എപ്പോഴും ഈ രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട്, ഇന്ന രീതിയിൽ ആയിരിക്കുന്നതാണ് ആഗ്രഹം. അത് എഴുതുക. എന്നിട്ട് നോക്കുക ആ കാര്യത്തിലേക്ക് ഞാൻ എത്താതെ ഇരിക്കാൻ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്റെ മനസ്സിൽ എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് ആ രീതിയിലേക്ക് എന്റെ മനസ്സിനെ മാറ്റാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ചീത്ത ചിന്തകൾ വരുന്നത് എന്നുള്ളതൊക്കെ നോക്കുക. എന്തൊക്കെയാണ് ഞാൻ എന്റെ ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ എന്റെ ചിന്തകളിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. അവിടെ എന്നിട്ട് എന്ത് നല്ല കാര്യങ്ങളാണ് റീപ്ലേസ് ചെയ്യാം. വീണ്ടും ചീത്ത ചിന്തകൾ എന്തൊക്കെ ഒഴിവാക്കാനുള്ളത് അത് ഒഴിവാക്കാം. നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മളെ മനസ്സിൽ ചിന്തിക്കേണ്ടത് അത് നോക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ആവാനാണ് നമുക്ക് ആഗ്രഹം എന്ന് വെച്ച് സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ ഇടപഴകണം എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എങ്ങനെ സമൂഹത്തോട് ഇടപെടണം എന്നുള്ളത്, ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് എനിക്ക് ആഗ്രഹിക്കാൻ പറ്റും. മറ്റുള്ളവർ എങ്ങനെ എന്നോട് പെരുമാറിയാലും ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ആഗ്രഹം അത് എഴുതി വെക്കുക. എന്നെ അതിൽ നിന്ന് തടയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പം ചിലർക്ക് മുൻകോപമാവാം, ദേഷ്യമാവാം, സങ്കടങ്ങളാവാം, ഒക്കെ ആവാം. അപ്പം അതിൽ നിന്ന് മാറ്റം വരുത്താൻ എന്തൊക്കെ ചെയ്യണം? ഓക്കെ, എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് ഉള്ളത്.
മതിയെന്ന് ഈ കാര്യം മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്റെ സ്വഭാവം നല്ലതാവും, എന്റെ ബന്ധങ്ങളിൽ ഉഷാറാവും. അതേപോലെ അടുത്തത് ബന്ധങ്ങളിലുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പ്. എനിക്ക് മറ്റുള്ളവരുമായി ഏത് രീതിയിൽ ബന്ധങ്ങൾ വെച്ച് പുലർത്താനാണ് ഇഷ്ടം. ആ ബന്ധങ്ങളിൽ ഞാൻ എങ്ങനെ ആവണം, അവർക്ക് ഞാൻ ആരായിരിക്കണം, എനിക്ക് അവരാരായിരിക്കണം എന്നുള്ളതല്ല. അത് മറ്റുള്ളവരെ സംബന്ധിക്കുന്ന കാര്യം. അതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയോ? ഇല്ല. നമുക്ക് നമ്മളെയാണ് മാറ്റം വരുത്താൻ കഴിയുക. നമ്മളെ സ്വഭാവം, നമ്മളെ പെരുമാറ്റം, നമ്മളെ ചിന്തകള്, നമ്മളെ ആരോഗ്യം, നമ്മളെ ശരീരം, ഇതൊക്കെ നമ്മളെ കയ്യിൽ എന്ന് വെച്ചാൽ നമുക്ക് ശ്രമം നടത്താനുള്ളതാണ്. ബാക്കി റിസൾട്ട് ആരെടുത്താണ്? അള്ളാന്റെ അടുത്താണ്. തവക്കൽത്തു അലല്ലാ, അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യാം. പിന്നെ ഉള്ളത് ആത്മീയമായിട്ട് അള്ളാഹുമായിട്ടുള്ള, നമ്മളെ ദീനുമായിട്ടുള്ള, നമ്മളെ ഹൃദയത്തിൽ നൂറിന്റെ വെളിച്ചം, നൂറ് നിറയ്ക്കുക, അള്ളാന്റെ നൂറ് നിറയ്ക്കുന്ന ആ ഒരു കാര്യം. എന്തൊക്കെ ആഗ്രഹം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത്, ഇപ്പം ചിലർക്ക് ഫുള്ള് പഠിക്കുന്നതാവാം, ചിലർക്ക് നന്നായിട്ട് ഓതുന്നതാവും ആഗ്രഹം, ചിലർക്ക് ഞാൻ ഇത്ര റക്അത്തുകൾ തഹജ്ജുദ് നിസ്കരിച്ച്, അല്ലെങ്കിൽ ഇന്ന സുന്നത്തുകളൊക്കെ നിസ്കരിക്കുന്നത്, ഇങ്ങനെ, അല്ലെങ്കിൽ ഇന്ന ദിക്റുകൾ ചെല്ലുന്നത്, ഇത്ര ചെല്ലുന്നത്, ഇങ്ങനത്തെ പല, അല്ലെങ്കിൽ ഒരു മാസം 4 ഖത്മ് തീർക്കുന്നത്, 2 ഖത്മ് തീർക്കുന്നത്, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാവും. അപ്പൊ അത് എന്തൊക്കെയാണ്, നമുക്ക് സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കാം. അത് ഇപ്പൊ നടക്കാത്ത എന്തുകൊണ്ടാണ് എന്നുള്ളത് നോക്കാം. അത് നടത്താന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും എഴുതി വെക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ഫസ്റ്റ് എന്താണ് ആഗ്രഹം, അതിൽ എത്താതിരിക്കാനുള്ള, ഇപ്പം അതിലേക്ക് എത്താത്തതിന്റെ കാരണം എന്താണ്, അതിലെത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. എഴുതി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പിന്നീട് നമുക്കത് ഒരു മാർഗരേഖയാവും. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. 6 മാസത്തിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്കെ, ഞാൻ ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ, എന്നെ കൊണ്ട് ഇതൊക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലക്ഷ്യം കിട്ടുകയാണ് ഈ കാര്യങ്ങൾ എഴുതി വെക്കുന്നതോട് കൂടിയിട്ട്. നമ്മൾ ഓരോ ദിവസവും എണീക്കുന്നത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതുവരെ നമ്മൾ എണീറ്റത് വീട്ടിലുള്ളവർക്ക് വെച്ചുണ്ടാക്കാനും വീട് വൃത്തിയാക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ആണെന്നുണ്ടെങ്കിൽ, ഇനി മുതലുള്ള ദിവസങ്ങൾ നമ്മൾ ഫസ്റ്റ് മുൻഗണന കൊടുക്കുന്നത് നമുക്കുള്ള ശരീരത്തിന്, നമുക്കാണ്, അല്ലെ? നമ്മളെ ഹാപ്പിനെസ്, നമ്മുടെ കാര്യങ്ങള്. പലപ്പോഴും പലരെയും വിചാരം, ഇന്റെ എല്ലാ അസുഖങ്ങളും മാറി ഞാൻ ഹാപ്പി ആവും, ഇന്റെ വീട് എല്ലാം എനിക്ക് വൃത്തിയാക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. പക്ഷെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഞാൻ ഹാപ്പി ആവും എന്നതിലുപരി, ഞാൻ എന്റെ മനസ്സിൽ ഉള്ള സമാധാനം, സന്തോഷം, അതാണ് നമ്മുടെ ഹാപ്പിനെസ്. ഓക്കെ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അസുഖങ്ങളുണ്ട്, ഓക്കെ, പക്ഷെങ്കിൽ എന്റെ ഹൃദയത്തിൽ സമാധാനമാണ്. അതാണ് ഒറിജിനൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. മറ്റേതൊക്കെ വെറും പ്ലഷറാണ്. ഞാൻ ഈ വീട് വൃത്തിയാക്കിയാൽ എനിക്കൊരു സന്തോഷം കിട്ടും, അത് ഒരാൾ വന്നുകൊണ്ട് അവിടെ വൃത്തിയേടാക്കുന്നതോട് കൂടി ആ സന്തോഷം പോയി കിട്ടും. അത് സ്ഥിരല്ല. അപ്പം നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ ശാശ്വതമായ ഹാപ്പിനെസ് ആണ്, അല്ലെ? വെറും പെട്ടെന്ന് കിട്ടുന്ന ഒരു ആനന്ദം എന്നുള്ളതില്ലേ. ഇപ്പൊ ഒരു മിഠായി, അടിപൊളി വില കൂടിയ മിഠായി കിട്ടി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം കിട്ടും. അത് കഴിച്ചു കഴിഞ്ഞാൽ അയ്യോ അത്രയും പൈസ പോയില്ലേ, ആ സന്തോഷം പോവും. അപ്പം അതിലല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. നമ്മളെ സമാധാനത്തിൽ, നമ്മളെ നിലനിൽക്കുന്ന ഹാപ്പിനെസ്സിലാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മുടെ ജീവിതം നമുക്ക് ബർക്കത്തുകൊണ്ടും അള്ളാഹുവിന്റെ നൂറുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം കൊണ്ടൊക്കെ നിറയ്ക്കണം. അങ്ങനെയുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് നടക്കുകയാണ് ഇൻഷാ അള്ളാ. നമ്മളെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ തുടങ്ങാൻ നമ്മളെ മൈൻഡ് സെറ്റ് ആണ് ആദ്യം തയ്യാറാക്കേണ്ടത്. ആ എങ്ങനെ തയ്യാറാക്കാന്നുള്ളത്, ആദ്യത്തെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡ് മാറാതെ നമ്മളെ ലൈഫ് മാറാനേ പോകുന്നില്ല. നമ്മളെ മൈൻഡ് മാറാൻ നമ്മൾ തയ്യാറാവണം, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് മാറ്റാൻ നമ്മൾ തയ്യാറാവണം. അത് എന്തുകൊണ്ടാ തയ്യാറാക്കണം എന്ന് പറയുന്നത്, നമ്മളിൽ പലരും സ്റ്റാർട്ട് ചെയ്യും പക്ഷെ പകുതിക്കൽ വെച്ച് നിർത്തും. അല്ലെങ്കിൽ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ എനിക്കത് ചെയ്യാൻ, ഞാൻ ചെയ്യൂല. എന്ന് വെച്ചാല് വലയുണ്ട്, കുളത്തിൽ മീനുണ്ട്, പക്ഷെ ഞാൻ വല എറിയൂല. എറിഞ്ഞാ കിട്ടും പക്ഷെ എറിയൂല. അതാണ്, ആഗ്രഹമുണ്ട് പക്ഷെ ആക്ഷൻ ഇല്ല. പിന്നെ ചിലർക്ക് മോട്ടിവേഷൻ ഉണ്ടാവും, എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഉൾപ്രേരണക്ക് വരും, പക്ഷെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, സ്ഥിരമായിട്ട് ചെയ്യൂല. ആ ഒരു വയലോ മറ്റോ കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന സമയത്ത് ഒരു ഉൾപ്പുളകം വന്നുകൊണ്ട് നമ്മൾ ഓക്കെ ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ ചെയ്യും. ഒരു 4 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, നിർത്തി പോകേണ്ട അവസ്ഥയിലെത്തും. അല്ലെങ്കിൽ ആ ഒരു
എന്താ പറയാ, ഉണ്ടായിരുന്ന ആ ഒരു മോട്ടിവേഷൻ പിന്നെ ഉണ്ടാവില്ല. ഇതൊന്നും നമ്മളെ കഴിവില്ലാത്തതിന്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മളെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. നമ്മളെ മൈൻഡ് സെറ്റ് റെഡി ആക്കിയാലേ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ പോലും അത് ഭയങ്കര റിസൾട്ട് തരും. അപ്പം മൈൻഡ് സെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, റെഡി ആക്കാൻ വേണ്ടിയിട്ടുള്ള 5 സ്റ്റെപ്പാണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിയ്യത്ത് ക്ലിയർ ആക്കുക. ഞാൻ എന്തിനാണ് മാറുന്നത്, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ ആഗ്രഹങ്ങൾ എഴുതി വെച്ച്, ഈ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അച്ചീവ് ചെയ്യുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഈ ആഗ്രഹം എനിക്ക് എത്രത്തോളം ഉണ്ട്, ഞാൻ എത്രത്തോളം ഇതിന് പണിയെടുക്കും. ഈ കാരണം നമ്മൾ ആഗ്രഹം എത്രത്തോളം സ്ട്രോങ് ആണോ അതിനനുസരിച്ചാണ് നമ്മൾ അതിന് എഫേർട്ട് ഇടുക. ഒരു ഇങ്ങനെ ബസ്സിൽ പോകുന്ന സമയത്ത് പുറമേന്ന് ഒരു ഡ്രസ്സ് തൂക്കിയിട്ട് കാണുന്ന സമയത്ത് വാവ് അത് നല്ല രസമുണ്ട്, എനിക്ക് കിട്ടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ. ബസ് അങ്ങനെ പോവും, നമ്മൾ അടുത്ത കടയിലേക്കാണ് പിന്നെ നോക്കാം. അത് ആഗ്രഹം ഉണ്ടെങ്കിലും എന്തുണ്ട്, എന്തില്ല, നമുക്ക് അത് അത്ര തന്നെ സ്ട്രോങ് ആഗ്രഹമില്ല. നേരെ മറിച്ച് ഒരു സ്ഥലത്ത് ഇത് കണ്ടു, ഒരു കാര്യം കണ്ടു, വാവ് അത് ഭയങ്കര ഭംഗിയുണ്ട്, അത് എനിക്ക് വേണമായിരുന്നു എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്, അത് വേണം. അങ്ങനെ പിന്നെ പോയിട്ട് നമ്മൾ അതിന്റെ വില ചോദിച്ചു പോരും. അപ്പം ഇപ്പൊ പൈസ ഇല്ല, ഓക്കെ കുഴപ്പമില്ല, നിങ്ങള് അതൊന്ന് മാറ്റി വെക്കും, ഞാൻ പൈസ എടുത്തിട്ട് വരാം. അല്ലാന്ന് എന്റെ ഈ പറയും, ആ ഓക്കെ. അയാൾ പിന്നെ വന്നിട്ട് അതിന് പൈസ ഉണ്ടാക്കാൻ നോക്കും, ഇന്ന കാര്യക്ക് വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ പൈസ സ്വരൂപിക്കും, എന്നിട്ട് പോയിട്ട് അത് വാങ്ങും. ഇതാണ് നമ്മുടെ ആഗ്രഹത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ സ്റ്റെപ്പ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞേ. അപ്പം നമ്മളെ നീയത്ത് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക, എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്നുള്ളത്. ഞാൻ എന്തിനാ മാറണേ, എനിക്ക് മാറാൻ ആഗ്രഹമുണ്ട്, എന്തിനാണ് മാറണേ, ആ മാറണം എന്നുള്ള ആഗ്രഹം എത്രത്തോളം ഉണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കാം. ഓക്കെ, ഒരുത്തരം അള്ളാഹുവിനായിട്ട് മാറുകയാണ്, അള്ളാഹുവായിട്ട് കണക്ട് ആവാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് മാറുകയാണ്, അള്ളാഹുവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മാറുകയാണ്. രണ്ടാമത്തെ കാര്യം, ബെറ്റർ മുസ്ലിമേ ആവാൻ, നല്ലൊരു മുസ്ലിമേ ആവാൻ വേണ്ടിയിട്ടാണ് മാറുന്നത്. ഒക്കെ ശരിയാണ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറെ കാരണങ്ങൾ ഉണ്ടാവും. ഒരു 5-10 കാരണങ്ങൾ കണ്ടെത്തുക എന്തിനാണ് ഞാൻ മാറുന്നത്. ഈ ഒരു നീയത്ത് ശരിയായാൽ തന്നെ അള്ളാഹു ഹെൽപ്പ് ചെയ്യും. മറ്റുള്ള കാണിക്കാനാണ് ഞാൻ മാറുന്നത്, ഇല്ല. ഈ തടി കുറയ്ക്കുന്നത് എന്തിനാണ്, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ മെലിഞ്ഞ ആളാവാൻ വേണ്ടിയിട്ടാ, ഇല്ല, നടക്കൂല. നമ്മൾ തടി കുറയൂല. നമുക്കൊരു ആവശ്യം വേണം, എന്റെ അസുഖം മാറി എനിക്ക് ആരോഗ്യം ഉണ്ടാവാനാണ് തടി കുറയ്ക്കുന്നത്, അപ്പൊ നമ്മൾ നിർബന്ധമായിട്ടും ആ തടി കുറഞ്ഞു പോകും. അല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് തിന്നണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെങ്കിൽ കുഴപ്പമില്ലല്ലോ, അപ്പം തിന്നുന്നതിന് പ്രശ്നമില്ല, ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് അത് വേദനയായി മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ആ തീറ്റ നിർത്തും. ഇത് തിന്നാൽ എനിക്ക് വേദനയാണ്, അതുകൊണ്ട് ഞാൻ തിന്നൂല. അതേപോലെ തന്നെ നമ്മൾ ഓരോ ഡ്രീമിന്റെ അവസ്ഥ, നമുക്ക് കാരണം അത്രയും സ്ട്രോങ് ആകുമ്പോഴാണ് ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുള്ളൂ. പ്രയത്നിച്ചാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാനും കഴിയുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു ലോട്ടറി അടിച്ച മാതിരി നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തൂല. അപ്പം നീയത്ത് ശരിയാക്കുക. ഒന്നാമത്തെ കാര്യം നീയത്ത് ശരിയാക്കുക. രണ്ടാമത്തെ കാര്യം, സ്റ്റാർട്ട് സ്മോൾ, ബിഗ് ഡ്രീംസ്. ഓക്കെ ഓക്കെ, വലിയ ഡ്രീംസ്, വലിയ ആഗ്രഹങ്ങൾ വേണം, പക്ഷെങ്കിൽ വലിയ സ്റ്റെപ്പ് എടുത്ത് വെക്കണം എന്ന് പറയുന്നില്ല. ഫസ്റ്റ് ചെറിയ സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്. ഇപ്പം ഒരു ഖുർആൻ ഹിഫുള്ളാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളോട് ഫസ്റ്റ് ഒരു പേജ് പഠിക്കാനല്ല പറഞ്ഞത്, ഫസ്റ്റ് അര പേജ് പഠിച്ചാൽ മതി. ഫസ്റ്റത്തെ കുറച്ച് ദിവസം അര പേജ്, അല്ലെങ്കിൽ നാലിലൊരു ഭാഗം ഹിഫുള്ളാക്കുക, പിന്നീട് അത് അര പേജ് ആക്കുക, പിന്നീട് കൂട്ടി 3/4 പേജ്, പിന്നെ ഒരു പേജ് ആക്കുക, പിന്നെ 1.5 പേജ്. ഈ രീതിയിലാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും വരുന്നത്. എനിക്ക് ഡെയിലി ഖുർആൻ ഓതാൻ ആഗ്രഹമുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് ഖുർആൻ ഓതാനേ മടിയാണ്. അപ്പൊ പറയാണ്, നിങ്ങൾ ദിവസം 1 മണിക്കൂർ ഖുർആൻ ഓതൂ എന്ന് പറഞ്ഞാൽ അത് ആലോചിച്ചിട്ട് തന്നെ ഓതൂല. 1 മണിക്കൂറൊക്കെ ഇരിക്കാൻ. നേരെ മറിച്ച് നിങ്ങൾ, ഓക്കെ എനിക്ക് മടിയാണ്, കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ് ഒന്ന് ഖുർആൻ ഓതിക്കോ, എന്നിട്ട് പിന്നെ എന്റെ പണിക്ക് പോയിക്കോ, അവിടെ ഇരുന്ന് ഓതും. അല്ലേ? അപ്പൊ ഇതേപോലെ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി. ഈ 1 ലക്ഷം ഇഖ്ലാസ് ഓതൂ, അല്ലെങ്കിൽ 1000 ഇഖ്ലാസ് ഓതൂ എന്ന് പറഞ്ഞാൽ അള്ളോ നടപടിയാണ്, കേസല്ല. ഓക്കെ, ദിവസം ഒരു 10 ഇഖ്ലാസ് ഓതാൻ പറ്റുമോ, അത് കുഴപ്പമില്ല, ഓ മതി. ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ആ 10 എണ്ണം 30 ദിവസമാകുമ്പോൾ 300ആയി. ഓക്കെ, ഇത് ഈ രീതിയിൽ ഏറ്റവും ചെറിയ രീതിയിൽ തുടങ്ങുക, എന്നിട്ട് പിന്നെ അത് വലുതാക്കി 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 കൊണ്ടുപോവുക. നമ്മൾക്ക് വലിയൊരു ആഗ്രഹം വേണം, അതിലേക്ക് നമ്മൾ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെക്കണം. മൂന്നാമത്തെ കാര്യം, അക്സെപ്റ്റ് സ്ട്രഗിൾ. നമ്മളെ
ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കുക ഈ യാത്ര ഒരിക്കലും എളുപ്പമാവില്ല. നമുക്ക് ഈ യാത്ര നിർത്താനുള്ള പല കാരണങ്ങളും നമ്മളെ ലൈഫിൽ ഉണ്ടാവും. 6 മാസം എന്ന് പറഞ്ഞാൽ 6 മാസത്തിൽ നമ്മളെ ജീവിതത്തിൽ പല സ്ട്രഗിളും വന്നു പോകാനുള്ള സമയമാണ്. അതിന് ആർക്കും അള്ളാഹു ഈസി ആയിട്ടുള്ള ലൈഫൊന്നും ആർക്കും പ്രദാനം ചെയ്യുന്നില്ല. അതിൽ സ്ട്രഗിൾ ഉണ്ടാവും. നമുക്ക് ലേസിനെസ് വരും, മടി വരും, നമ്മൾ അതിൽ നിന്ന് ചിലപ്പം ബ്രേക്ക് എടുത്തെന്ന് വരും. പക്ഷെ എന്തെന്നെ ആയാലും സ്റ്റോപ്പ് ചെയ്യരുതെന്നുള്ള ഒരു കോഴിക്കോടേക്ക് പോവാൻ ഒരു ബസ് കയറിയാൽ ആ വണ്ടി ചിലപ്പം ബ്രേക്ക് ഡൗൺ ആവും, അല്ലെങ്കിൽ വഴിയിൽ നിർത്തിയിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് എന്നാ ഇനി ഞാൻ കോഴിക്കോട് പോണില്ല എന്ന് പറയലല്ലോ. ആ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇല്ലെങ്കിൽ ഇനി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത വണ്ടി കയറി വീണ്ടും നമ്മൾ കോഴിക്കോട്ടേക്കുള്ള യാത്ര തുടരും. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ എങ്ങോട്ടാണോ നമ്മളെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹം എന്താണ് അതിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കാം, നിർത്തരുത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്ട്രഗിൾ വരും, നമുക്ക് മോട്ടിവേഷൻ ഇല്ലാതാവും, ഒക്കെ ചെയ്യാം ഒരു പക്ഷേ. പക്ഷെ നോ പ്രോബ്ലം, എന്തായാലും ഞാൻ എന്റെ ലക്ഷ്യം നേടിയെടുക്കും. ആ ഒരു ഉറച്ച വിശ്വാസത്തോട് മുന്നോട്ട് പോവാം. ഫസ്റ്റ് തന്നെ തീരുമാനിക്കുക. ഈ ഒരാളും എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ഒരു കാര്യം ചെയ്ത ചരിത്രമില്ല. ഓക്കെ, ഈ ലോകത്ത് ഒരാളും 100% ഓക്കെ ആയിട്ട് ജീവിക്കുന്നവരില്ല. ഓരോ ആളോടും നിങ്ങൾ സക്സസ് ആണെന്ന് കരുതുന്ന ഓരോ ആളോടും അടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അവര് അനുഭവിക്കുന്ന സ്ട്രഗിള്. അപ്പം എല്ലാം എന്താ പറയാ, എല്ലാ കാര്യങ്ങളും ശരിയായിട്ടേ ഞാൻ ഇത് തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടേ ഞാൻ, അല്ലെങ്കിൽ ഇന്റെ എല്ലാ സൗകര്യങ്ങൾക്കും അനുസരിച്ച് ഒരു കാര്യം വന്നാലേ ഞാൻ അത് അച്ചീവ് ചെയ്യുള്ളൂ. അതിന് ഡ്രീം എന്നല്ല പറയാം, വേണമെങ്കിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഒരു ഡ്രീമാണ്, നമ്മൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിന് സമയം കണ്ടെത്തും. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, ആ കാര്യത്തിന് നിങ്ങളുടെ അടുത്ത് സമയമില്ല, നിങ്ങൾ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ രാവിലെ നേരത്തെ എണീക്കും, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ ഇത്തിരി നേരം വൈകും. ഒരു അരമണിക്കൂർ ഡെയിലി കിട്ടിയാൽ ഒരാഴ്ച കൊണ്ട് 10 ദിവസം കൊണ്ട് 5 മണിക്കൂർ എക്സ്ട്രാ കിട്ടി. രാവിലെ 1 മണിക്കൂർ നേരത്തെ എണീച്ചാലേ ഒരാഴ്ച 7 മണിക്കൂർ കൂടുതൽ കിട്ടി. ഒരു മാസം 30 മണിക്കൂർ ഏറെ കിട്ടി. എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ 30 ദിവസം ജീവിച്ചവർക്ക് ഒരു മാസം കൊണ്ട് 31 ദിവസമായി കിട്ടി. ഒരു ദിവസം കുറച്ചും എക്സ്ട്രാ കിട്ടി. സിമ്പിൾ കണക്കാണേ. ആവശ്യമുണ്ടോ? നമുക്ക് അതിനുള്ള വഴി ഉണ്ടാവും. അത് നോക്കുക, ആ വഴിയിലേക്ക് കയറുക എന്നുള്ളതാണ്. അല്ലാതെ ഞാന് എഫേർട്ട് എടുക്കൂല പക്ഷെ എനിക്ക് കാര്യങ്ങൾ സാധിക്കണം, ആ ഒരു മൈൻഡ് സെറ്റ് ഒഴിവാക്കുക. ഓക്കെ, സ്ട്രഗിൾ ചെയ്യാനുള്ള മൈൻഡ് സെറ്റിലേക്ക് മാറുക. ഞാൻ എന്തെന്നെ ആയാലും എത്രയൊക്കെ സ്ട്രഗിൾ ചെയ്താലും ഞാൻ അച്ചീവ് ചെയ്യും, ആ മൈൻഡ് സെറ്റിലേക്ക് മാറ്റാം. പിന്നെ ഉള്ളത് നെഗറ്റീവ് തോട്ട് ഒഴിവാക്കാം. ഈ നെഗറ്റീവ് തോട്ട് തന്നെ നമ്മളെ ജീവിതം തകർക്കുന്ന കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്, നെഗറ്റീവായിട്ടുള്ള ചിന്തയാണ്, എനിക്ക് പറ്റൂല, എന്നെ കൊണ്ട് അത് കഴിയൂല, എനിക്ക് ഇത്ര വയസ്സായിണ്, എനിക്ക് അല്ലെങ്കിലും പണ്ടേ പഠിക്കാം മടിയാണ്, എന്നെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയൂല, എന്റെ ആരോഗ്യം വെച്ച് അത് നടക്കുന്ന കേസല്ല, എനിക്ക് ഇത്ര ഉറക്കുണ്ട്, ഞാൻ ഒരു ഉറക്കിന്റെ ആളാണ്, അപ്പൊ പിന്നെ എനിക്ക് അതിന് കഴിയില്ല. ഇങ്ങനെ എനിക്ക് പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ അത് പറഞ്ഞിരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മളെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോണില്ല. നമ്മളെ ലൈഫിൽ നമുക്ക് മാറ്റം വരണോ, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റം വരണോ, നമ്മൾ എഫേർട്ട് ഇടണം. അപ്പം ഈ എനിക്ക് പറ്റില്ല എന്നുള്ള ആ ചിന്ത വരുന്ന സമയത്ത് ആ ചിന്ത ഒഴിവാക്കിയിട്ട് എനിക്ക് പറ്റും, അള്ളാഹു ഹെൽപ്പ് ചെയ്യുന്ന, അള്ളാഹ് എന്നെ സഹായിക്കും, അള്ളാഹ് ഉണ്ടല്ലോ എന്റെ കൂടെ, എനിക്ക് പറ്റാത്തതൊക്കെ അള്ളയ്ക്ക് എത്തിച്ചു തരുമല്ലോ, എനിക്ക് അള്ള വഴി ഒഴുക്കുമല്ലോ, പിന്നെ എന്തിനാ ഇപ്പൊ ഞാൻ പേടിക്കുന്നത്? ഞാൻ ഉള്ള ചെറിയ ചെറിയ സ്റ്റെപ്പ്, എന്നും ചെറിയ സ്റ്റെപ്പ് ഒക്കെ വേണ്ടിയുള്ളൂ. അള്ളാഹു ആണ് വഴി എത്തിച്ചു തരുന്ന ആള്, അല്ലെങ്കിൽ എവിടേക്കാണോ എത്തേണ്ടത് അവിടേക്ക് എത്തിച്ചു തരുന്ന ആൾ അള്ളാഹു ആണ്. പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? പറ്റൂല എന്നൊന്നും പറഞ്ഞാണ്ട് എനിക്ക് മാറിക്കാൻ പറ്റൂല, ആ ഒരു ചിന്തയെ വേണ്ട, അതൊക്കെ ഒഴിവാക്കുക. ആ ചിന്ത വരുമ്പോ തന്നെ ഡിലീറ്റ്, ആ ചിന്തയ്ക്ക് പോണ്ട. കാരണം ഈ ഒരാൾക്ക് തുടങ്ങാതിരിക്കാനാണ് ഷെയ്ത്താൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ കുളിക്കാൻ മടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ തണുപ്പോണ്ട് കുളിക്കണല്ലോ എന്ന് ആലോചിച്ച് ഷവറിന്റെ മുന്നിൽ പോയി നിന്ന് ആ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുളിക്കും, ഉറപ്പാണ്. അവിടെ എത്താതിരിക്കാനാണ് ഷെയ്ത്താൻ നമ്മളെ നോക്കുക. ഇപ്പൊ അടുക്കളയത്തതാണെന്ന് വെച്ചാലും വെച്ചുണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയുണ്ട്. പക്ഷെ വേറെ നിവൃത്തിയില്ല. എന്നാ പിന്നെ ഇനി ഒരു ചായ ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഈസിയാണ്. ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്.
എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം ആ ഒരു നോ നോ എന്നുള്ള ആ പിൻവലി വരുന്ന സമയത്ത് യെസ് യെസ് എന്റെ കൂടെ അള്ള ഉണ്ട്, എനിക്ക് ഒക്കെ സാധിക്കും, എനിക്ക് അതൊക്കെ ഈസി ആവും എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് മാറുക. അടുത്ത അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് അള്ളാഹ്, കണക്ട് അള്ളാഹ് ഡെയിലി, കണക്ട് വിത്ത് അള്ളാഹ് ഡെയിലി, എന്നും അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യാം. ഇതാണ് ശരിക്കുള്ള സീക്രട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഖുർആാനുമായിട്ടും ദിക്റുമായിട്ടും ദുആായിട്ടും ഒക്കെ കണക്ഷൻ സ്ട്രോങ് ആണെങ്കിൽ മൈൻഡ് സ്ട്രോങ് ആവും. പലപ്പോഴും നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഹൈലിലാവുന്ന സമയത്ത് കണക്ഷൻ നല്ല കുറയും അല്ലേ. ഇപ്പൊ ഈ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും തഹജ്ജുദിന്റെ സമയത്ത് നമ്മൾ ഉണരും, പക്ഷെ ഹൈലാണല്ലോ, ഓക്കെ നോ പ്രോബ്ലം, ഇപ്പൊ നീക്കണ്ട, നമ്മൾ വീണ്ടും കിടക്കും. അത് നമ്മളെ അടുത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ മഗ്‌രിബിന്റെ നേരത്ത് എനിക്ക് നിസ്കാരമില്ല, നിങ്ങൾ പോയി നിസ്കരിച്ചോളി, ആ രീതിയിൽ നമ്മൾ കിടക്കുക ഇരിക്കുക ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളിൽ നോക്കും. പക്ഷെ നമ്മൾ അതുവരെ ആ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആ സമയത്തൊക്കെ നമ്മൾ ഇബാദത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച സമയങ്ങളായിരിക്കും. പക്ഷെ ആ സമയം നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഖുർആൻ കേൾക്കാലോ. തഹജ്ജുദിന്റെ സമയം ഖുർആൻ ഓണാക്കിയിടുക, അത് കേട്ടിരിക്കാം, കിടന്നും കേൾക്കാം, നോ പ്രോബ്ലം. അതൊരു ഇബാദത്തായി മാറി. ദിക്റുകൾ ചൊല്ലാം, ദിക്റുകൾ കേൾക്കുക, കേട്ടുകൊണ്ട് ചൊല്ലാം. ഖുർആൻ ഓതാനേ പറ്റാത്തുള്ളൂ, കേൾക്കുന്നതിന് പ്രശ്നമില്ല. ദിക്റുകൾ ചൊല്ലുന്നതിന് പ്രശ്നമില്ല, ദുആ ചെയ്യുന്നതിന് പ്രശ്നമില്ല. നമുക്ക് ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന സമയമാണ് ഈ തഹജ്ജുദിന്റെ സമയം എന്ന് പറയുന്നത്. നമ്മൾ നിസ്കരിക്കുന്നപ്പോ സുന്നത്ത് നിസ്കരിക്കുന്നവരാണെന്ന് വെച്ചാൽ ആ സുന്നത്ത് നിസ്കാരത്തിന്റെ സമയങ്ങൾ ഉണ്ടാവും, ഫർള് നിസ്കാരത്തിന്റെ സമയങ്ങൾ ഉണ്ടാവും. ആ സമയത്തൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. നമ്മളെ ശീലായി കഴിഞ്ഞാല് പിന്നെ ഹൈലിന്റെ സമയത്ത് നമുക്ക് അതൊരു ബുദ്ധിമുട്ടാവും, നിസ്കരിക്കാനില്ലല്ലോ, പിന്നെ നമുക്കൊരു ആകപ്പാട് ഒരു ശൈത്താന്യത്തിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നും. അത് മാറാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് വെച്ചാൽ നമ്മൾ നിസ്കാരമില്ല, ഓക്കെ ഖുർആൻ കേട്ടുകൊണ്ട് അള്ളാഹുമായിട്ട് കണക്ട് ആവാം. ഖുർആന്റെ അർത്ഥം പഠിക്കാൻ പറ്റും, തഫ്സീർ കേൾക്കാൻ പറ്റും, ദിക്റുകൾ പഠിക്കാൻ പറ്റും. ആ ഹൈലിന്റെ സമയം നമ്മളെ നിസ്കാരത്തിലെ ദിക്റുകളും അതും അർത്ഥസഹിതം പഠിക്കാനുള്ള സമയമാക്കി മാറ്റാൻ പറ്റും. നമ്മൾ പഠിക്കുന്ന ദിക്റിന്റെ അർത്ഥങ്ങൾ തഫ്സീറൊക്കെ പഠിക്കാൻ കഴിയും. അള്ളാന്റെ പേരുകൾ കാണാതെ പഠിക്കാം, അർത്ഥസഹിതം പഠിക്കാൻ കഴിയും. ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സമയങ്ങൾ മാറ്റി വെക്കാൻ കഴിയും. നമ്മള് ചെയ്തിരുന്ന കാര്യത്തില് സംഭവമൊക്കെ സെയിം തന്നെയാണ്, ചെറിയ മാറ്റം വരുത്തിയെന്നേ ഉള്ളൂ. നിസ്കാരത്തിന് പകരം ദിക്റാക്കി മാറ്റി, ദുആ ആക്കി മാറ്റി. നിസ്കാരവും ദുആ ആണ്, നിസ്കാരത്തിലും ദിക്റാണ്, നമ്മൾ ചെയ്യുന്ന രീതി ഒന്ന് മാറ്റി, അത്രേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്, എന്നും അള്ളാഹുമായിട്ട് ആ കണക്ഷൻ കിട്ടും, കണക്ഷൻ സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ സ്ട്രോങ് ആണെങ്കിൽ നമ്മളെ മൈൻഡും അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കും. ഓക്കെ, ഇനി നമ്മളെ ഡ്രീം എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ളത്, അതിനൊരു സിമ്പിൾ ഫോർമുലയാണ്. നമ്മൾ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യാൻ ഒന്നുമില്ല, നീയത്ത് ശരിയാക്കുക, സ്ഥിരമായിട്ട് സ്ഥിരത പാലിക്കുക, പിന്നെ അള്ളാഹുവിന് തവക്കൽ ചെയ്യാം. ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് ഹലാലായ അള്ളാഹുവിലേക്കുള്ള ഉത്തരം കണ്ടെത്തുക. അത് നിയ്യത്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അള്ളാഹുവിന്റെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാം, എന്നും ഒരേ സമയം ഒരേ സംഭവം ആ രീതിയിൽ, അല്ലെങ്കിൽ ഒരേ കാര്യം ഒരേ ടൈം, അല്ലെങ്കിൽ ഇത്ര സമയം എന്നുള്ള രീതിയിൽ എന്താണോ ആ സമയം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അടുത്തത് തവക്കൽ ചെയ്യാം. ഞാൻ നിയ്യത്തും ചെയ്തേനെ, ചെയ്യാനുള്ള കാര്യം ചെയ്തേനെ, ഇനി അള്ളാഹ് തീരുമാനിക്കട്ടെ. അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യാം. തവക്കൽത്തു അല്ല അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നു. അള്ളാഹു ആണ് റിസൾട്ട് തരുന്നവന്. ഡെയിലി ചെറിയൊരു ആക്ഷൻസ് ആയാലും ചെറിയ പ്രവർത്തികളായാലും അള്ളാഹുവിൽ വിശ്വസിക്കാം, അള്ളാഹു റിസൾട്ട് തരും എന്നുള്ളത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നമ്മൾ ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്താൽ മതി, അള്ളാഹു നമുക്ക് വാതിലുകൾ തുറന്നു തരും, അത് ഉറപ്പാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ നമ്മളെ സ്നേഹിക്കേണ്ടത്? എന്തുകൊണ്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കണം എന്ന് പറയുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. അതിന് പറയാൻ കാരണം, നമ്മൾ ഏറ്റവും കൂടുതൽ ഭൂമിയിൽ സ്നേഹിക്കുന്ന ആരാണ്? നമ്മളെ ഉമ്മയാണ്. കാരണം നമ്മളെ ഉമ്മയിലൂടെയാണ് നമ്മൾ ഇവിടെ എത്തിയത്, നമ്മളെ ഉമ്മയാണ് നമ്മളെ വളർത്തിയത്, പരിപാലിച്ചത്, നമ്മളെ രക്ഷിതാവ് എന്ന് പറയുന്നത് അല്ലെ ഉമ്മയും ഉപ്പയാണ്. അപ്പം ഉമ്മയെക്കാളും 70 ഇരട്ടി കൂടുതൽ സ്നേഹിക്കുന്നതാണ് അള്ളാഹു. അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമ്മളെ രക്ഷിക്കുന്നത്, അള്ളാഹുവാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അള്ളാഹു നമ്മൾ റൂഹായി ആയിരിക്കുന്ന സമയത്ത് നിന്ന് പിന്നീട് നമ്മൾ ഏറ്റവും നല്ല ഉമ്മാന്റെ വയറ്റിലേക്ക് നമ്മളെ എത്തിച്ചെന്ന്, അവിടെ ഏറ്റവും സുരക്ഷിതമായി നമ്മളെ ആ വയറ്റിന്റെ ഉള്ളിലിട്ട് വളർത്തി. വേണമെങ്കിൽ അവിടുന്ന് ഇല്ലാണ്ടാവുകയും പോവാമായിരുന്ന ഒരു
ഇറച്ചി കഷ്ണാവുമായിരുന്നു നമ്മളെ. പക്ഷെ അള്ളാഹു നമ്മളെ അതിൽ നിന്ന് വളർത്തി നമ്മളെ ഏറ്റവും നന്നായി പരിപാലിക്കുന്ന ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്തേക്ക് നമ്മളെ എത്തിച്ച് നമ്മൾക്ക് ഹിദായത്ത് തന്ന് നമ്മളെ ഇസ്ലാമിക കാര്യങ്ങൾ തന്നുകൊണ്ട് പഠിപ്പിച്ചു തന്ന് നമ്മളെ അള്ളാഹുവിലേക്ക് എത്തിച്ച്. അതൊക്കെ അള്ളാഹു നമ്മളെ തന്ന അനുഗ്രഹങ്ങളാണ് അല്ലെ. അല്ലാതെ ഇപ്പൊ നമ്മള് എവിടെ ജനിക്കണം എന്നുള്ള നമ്മളാണ് തീരുമാനിച്ചല്ല. ഉമ്മയുപ്പി ആരാവണം എന്ന് നമ്മളാണ് തീരുമാനിച്ചല്ല. നമ്മളെ അവസ്ഥകൾ എന്താവണം തീരുമാനിച്ച നമ്മളല്ല. നമ്മളെ അള്ളാഹുലേക്ക് അടുക്കണം എന്ന് തീരുമാനിച്ച ആ ഒരു മൈൻഡ് സെറ്റ് പോലും നമ്മളല്ല തീരുമാനിക്കുന്നത്. അള്ളാഹു നമ്മളെ അതിലേക്ക് എത്തിച്ചതാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പിന്നീട് നമ്മൾ പ്രായപൂർത്തിയാവുന്ന സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം തരണം. ഓക്കെ, നിങ്ങൾ എന്താ ആയിക്കോളെ, നിങ്ങൾക്ക് ഇതാണ് നേർവഴി, ഇതാണ് തീയിലേക്കുള്ള വഴി, നിങ്ങൾക്ക് ഏതിലൂടെ വേണമെങ്കിലും പോവാം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ് നിർത്താണോ ചെയ്യുന്നത്? അല്ല. നമുക്ക് തെറ്റ് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ അള്ളാഹുലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? അള്ളാഹു സാരല്ലേ മോനെ, എൻ്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സാരല്ല തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷെ ഞാൻ പുറത്തു തരാം, കുഴപ്പമില്ല, നിനക്ക് കുറ്റബോധം ഉണ്ടല്ലോ, ഇനി ചെയ്യാഞ്ഞാ മതി, ഞാനത് പുറത്തു തരും. വേണോ? ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മള് അള്ളാഹു എന്നിട്ട് എന്താ പറയുന്ന? അള്ളാഹു ഖുർആനിന്റെ വാക്കുകളാണ്, അതൊന്ന് കേട്ട് നോക്കിയാൽ മതി, നിങ്ങൾക്ക് നേർവഴി കിട്ടും. അപ്പൊ ഖുർആന് തുറക്കുമ്പോ എന്താണ്? മോളെ, ഇത് തെറ്റാണ്, ഈ വഴിയിൽ പോയാല് നരകാണ്, ഈ വഴിയിൽ പോയ തീയാണ്, അവിടെ തീ ഇങ്ങനെയാണ്, ഇന്ന കാര്യം ചെയ്യുന്ന സമയത്ത് അവരെ പിടിച്ചുകൊണ്ട് ഈ രീതിയിലാണ് ശിക്ഷിക്കുക. ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കാണ്. ഇങ്ങനെ നല്ല വഴിയിൽ പോയാൽ ഇങ്ങക്ക് കിട്ടാൻ പോണ ഇന്ന 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 കാര്യങ്ങളാണ്, ചീത്ത വഴിയിൽ പോയാൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ ചീത്ത വഴി പോവല്ലേ, നല്ല വഴിയിലേക്ക് വായോ. ഒന്ന് ആലോചിച്ച് നോക്കുക ഈ നമ്മളെ ഉമ്മമാരെ പറ്റിയിട്ട്. ഉമ്മമാരാണ് ആ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ, ഒരു ഉമ്മ മക്കള് തീയിലേക്ക് പോകുന്നത് കാണുമ്പോ തിരിച്ചു വിളിക്കില്ലേ, മോനെ അങ്ങോട്ട് പോവല്ലേ, അവിടെ തീയാണ്, പോവല്ലേ പോവല്ലേ. പക്ഷെ മക്കള് ഉമ്മാനെ മൈൻഡ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കുക. എന്താ ഉമ്മാന്റെ അവസ്ഥ ഉണ്ടാവും? അമ്മ പറയും, മോനെ അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ എനിക്ക് അങ്ങനെ ചെയ്തെന്നില്ല, ഈ എന്തിനാ ഈ തീക്ക് പോണത്, ഇപ്പോറെ നിൽക്കണ ഇത്രയും നല്ല സ്ഥലം വേറെ ഉണ്ട്, ഇങ്ങോട്ട് വായോ, നിനക്ക് ഇങ്ങനെ ചെയ്താ പോരെ, ഇതിലൂടെ ഈ റൂട്ടിന് പോയാ പോരെ, ഈ വഴിയിലൂടെ പോയാ പോരെ. അപ്പം നമ്മള് നിനക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നില്ല, ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്നില്ല, എന്നെ ഞാൻ ഇങ്ങനെ വളർത്തിയതല്ലേ, എന്നിട്ടും ഈ എന്താ പോണം? ഓക്കെ, അപ്പം അതൊക്കെ ശരിയാണ്, നിനക്ക് ഭക്ഷണം തരുന്നില്ലേ, വസ്ത്രം തരുന്നില്ലേ, അതൊക്കെ ശരിയാണ്, എന്നാ പിന്നെ ആ തീയിലേക്ക് പോവല്ലേ. ആ സമയത്തോ നമ്മൾ എന്താ ചെയ്യുന്നേ? ഒക്കെ ശരിയാണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് മുഴുവനും, അതിലൊന്നും ഒറ്റ സംശയമില്ല, നമ്മൾ അത് ഉറപ്പാക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എന്നിട്ടും നമ്മള് കോംപ്രമൈസ് ചെയ്യാം. കുറച്ച് തീയിലേക്ക് പോയാലും കുഴപ്പമില്ല കേട്ടോ, അല്ലെ. നമ്മള് അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ്. അള്ളാഹു തരുന്ന എല്ലാ ഞാമത്തുകളും നമ്മൾ വാങ്ങിക്കൊണ്ട്, അള്ളാഹു തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൈപ്പറ്റിക്കൊണ്ട് നമ്മൾ വീണ്ടും അള്ളാഹുവിനെ ധിക്കരിക്കുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടാമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് അള്ളാഹു ഖുറാനിൽ മൂന്നിൽ ഒരു ഭാഗത്തോളം അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നത്, അർ-റഹ്മാൻ സൂറത്തിലൊക്കെയും ചോദിക്കുന്ന എന്താണ്? ഇപ്പം 30-ാമത്തെ ജുസില് സ്വർഗ നരകത്തെ കുറിച്ചാണ്, പ്രത്യേകിച്ച് നരകത്തെ കുറിച്ചാണ് കൂടുതലും പറയുന്നതൊക്കെ. അപ്പം അതിലൊക്കെയും പറയുന്നത് എന്താണ്? ഇങ്ങനെയാണ് നരകത്തിൽ, നരകത്ത് പോയാൽ ഇങ്ങനെയുള്ള ആൾക്കാർ നരകത്ത് പോകും, ഇങ്ങനെ ചെയ്താൽ നരകത്ത് പോകും, ആ നരകത്തിൽ എന്താന്ന് എനിക്കറിയോ, ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ഇത് ഉണ്ടാക്കി വെച്ച ആളാണ് അല്ലെ. അള്ളാഹു ഓൾറെഡി അതൊക്കെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്, എന്നിട്ടാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മള് ചെറിയൊരു യാത്രയിലാണ്, എങ്ങനെ നമ്മള് കുറച്ച് എത്രയോ കാലം റൂഹായിട്ടിരുന്ന്, അത് കഴിഞ്ഞിട്ട് ഒരു 10 മാസം ഈ ഉമ്മാന്റെ പള്ളയിലിരുന്ന് അല്ലെ, 9 മാസം 10 ദിവസം. അത് കഴിഞ്ഞ് ഇഹലോകത്തേക്ക് വന്ന്, ഇഹലോകത്ത് ഒരു 60 കൊല്ലം 70 കൊല്ലം, ഇനി ഏറി വന്നാൽ ഏറ്റവും കൂടുതലാണെങ്കിൽ ഒരു 100 കൊല്ലം. ആ 100 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് 70,000 വർഷത്തിന്റെയും ഒരു ഈ വർഷങ്ങളേ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അവിടെ ഈ 60 കൊല്ലം, ഈ ഒരു 70,000 കൊല്ലം എന്ന് പറയുമ്പോ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. അല്ലെങ്കിൽ 1000 കൊല്ലം എന്ന് പറയുമ്പോ ആ 1000 കൊല്ലത്തിന്റെ ഏത് മൂലയിലാണ് ഈ 60 കൊല്ലവും 100 കൊല്ലമൊക്കെ വരുന്നത്? അത്രയും ചെറിയ സമയം നമ്മള് ഇഹലോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കബറിലേക്ക്, അടുത്ത ജീവിതം കബറിലേക്ക്. അവിടെ എത്ര കാലം കിടക്കാന്ന് ഒരു ഐഡിയ ഇല്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു നമുക്ക് വാഗ്ദാനം നൽകുന്നുണ്ട്,
നിങ്ങൾ ഈ ഒരു 60 കൊല്ലങ്ങളെ ഓക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിച്ച് ജീവിച്ചാൽ അവിടെ ഞാൻ ഹാപ്പി ആക്കി തരാം. അള്ളാഹു നമ്മളോ പറയണേ. പക്ഷെ എന്നിട്ടും നമ്മൾ ചിന്തിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് എല്ലാവിധ ഓഫറും തന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് ഇഹലോകം വിട്ടു പോവാൻ അല്ലെങ്കിൽ ഇഹലോകത്തെ കാര്യമാണ് എനിക്ക് വലുത്. അത് കഴിഞ്ഞിട്ടല്ലേ പരലോകം. പക്ഷെ എങ്കില് ചിന്തിക്കേണ്ട കാര്യം, പരലോകത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഞാനൊന്ന് തിരിച്ചു പോട്ടെ എന്ന് ചോദിച്ചാൽ നമുക്ക് ചാൻസ് ഇല്ല. കാരണം അള്ളാഹു അത്രയും നമ്മളോട് പറയുന്നുണ്ട്, നമുക്ക് അത്രയും കൂടുതൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ പോവല്ലേ, ഞാൻ അവിടെ ഇങ്ങനെ ചെയ്യും, ഇന്ന കാര്യങ്ങൾ ചെയ്യല്ലേ, ഇന്ന കാര്യങ്ങൾ ചെയ്യല്ലേ, നിങ്ങളെ ഞാൻ തീയിലിടും, തീയിന്റെ മൂടി കൊണ്ട് അടയ്ക്കും, അല്ലെ, തീയിന്റെ ചുറ്റുവട്ടവും തീയും അതിലിട്ട് മൂടും എന്ന് വരെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം ഉണ്ടാവില്ല. പിന്നീട് അവിടെ കാലങ്ങളില്ല, പിന്നെയുള്ള മുഴുവൻ കാലം ആ തീയിൽ കിടക്കേണ്ടി വരും. ഒക്കെയും പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മള് ഖബറിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾക്ക് ഒരു നിസ്കാരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ വിജയിക്കുമായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഖബർ കിടക്കുമ്പോൾ നമ്മൾ പറയണം, അള്ളാഹുവേ ഞാൻ തിരിച്ചു പോയി ഒരു നിസ്കാരം കൂടി അല്ലെങ്കിൽ ഒരു 10 സലാത്തും കൂടി ചൊല്ലിയിട്ട് വരാം എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കും. അവിടെ ചാൻസ് ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ എന്നെ മണ്ണാക്കി തന്നാലേ അതും നടക്കൂല. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ അള്ളാഹു നമ്മളോട് ആദ്യമേ പറഞ്ഞു തന്നേനെ. പറഞ്ഞു തരാതെ ശിക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എന്താ പറയാ, അള്ളാഹുവിനെ ഒരിക്കലും നീതിമാനാണെന്ന് പറയാൻ പറ്റൂലായിരുന്നു. ഇത് അള്ളാഹു എല്ലാ കാര്യവും പറഞ്ഞു തന്നിട്ടും നമ്മള് മനഃപൂർവ്വം തെറ്റിലേക്ക് പോയിട്ട് പിന്നീട് വിഷമിച്ചിട്ട് എന്ത് കാര്യമല്ലത്. അപ്പം നമ്മളെ തീയിലിടാൻ അള്ളാഹ്ക്ക് തീരെ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ലേ അള്ളാഹു അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനും നേരത്തെ പറഞ്ഞിരുന്നു. എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് ആ കാര്യങ്ങൾ മുഴുവനും നമ്മളോട് ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടാ? ആ സംഭവിക്കാനുള്ള അറിഞ്ഞിട്ടെങ്കിലും ഇവര് തീയിലേക്ക് പോവാതിരിക്കട്ടെ. നമ്മളെ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർത്തിട്ടാണ് കരഞ്ഞത് മരണത്തിന്റെ സമയത്ത് പോലും. ഒന്ന് ആലോചിച്ചു, 1400 വർഷത്തിന് മുന്നേ നമ്മൾ ജനിച്ചിട്ട് പോലുമില്ല, നമ്മൾ ജനിക്കുമെന്ന് പോലും അറിയില്ല. ഉമ്മത്തീങ്ങൾ ഉണ്ടാവുമെന്ന് പോലും, അല്ലെ, ഉമ്മത്തീങ്ങൾ ഉണ്ടാവുന്നറിയോ, പക്ഷെങ്കിൽ അത് നമ്മളാവുന്നേ ഞാനാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർത്ത് കരഞ്ഞവരിൽ നമ്മൾ ഉൾപ്പെട്ട്, എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞ് കരഞ്ഞവരിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തിനാണ് അന്ന് അങ്ങനെ കരഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ കണ്ടിട്ടില്ല, നമ്മളെ അറിയില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, എന്നിട്ടും ഇന്റെ മോളേന്നോ അല്ലെങ്കിൽ ഇന്റെ മോനേന്നോ ഇന്റെ ആയിഷാന്നൊന്നും അല്ല പറഞ്ഞു കരഞ്ഞു, എന്റെ ഉമ്മത്തി എന്ന് പറഞ്ഞിട്ടാ കരഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇത്രയും കാര്യങ്ങൾ പോരാ നമുക്ക് അള്ളാഹിനെ മുത്തുനബിനെ സ്നേഹിക്കാന്? ശരിക്കും പറഞ്ഞാൽ അള്ളാഹു ഓർ ക്ഷമിക്കുന്ന അത്രയും വേറൊരാൾക്കും ക്ഷമിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മളോട് ഖുറാനിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ക്ഷമിക്കാനാണ്. എന്തുകൊണ്ട്? അള്ളാഹു ക്ഷമിക്കുന്നവനാണ്. അള്ളാഹു ഇസ്തിഗ്ഫാർ സ്വീകരിക്കുന്നവനാണ്. നമ്മളെ തൗബ സ്വീകരിക്കുന്നവനാണ്. നമ്മളോ വേറൊരാളോ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവനും റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കുന്നവരാ. ഒരാളെടുത്ത് മിസ്റ്റേക്ക് വന്നാൽ അത് എല്ലാരോടും പറഞ്ഞു നടക്കുന്നവരാ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനത്തെ മനസ്സിൽ നിന്നൊക്കെ നമ്മളെ മൈൻഡിനെ മാറ്റി തട്ടാമിൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ആ ഒരു മൈൻഡൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് നമ്മളെ അള്ളാഹുവിലേക്ക് എടുക്കുന്ന മൈൻഡാക്കി മാറ്റാണ് ഇൻഷാ അള്ളാ ഈ ഒരു 6 മാസം കൊണ്ട് ചെയ്യുന്നത്. അള്ളാഹുവിനെ എങ്ങനെ സ്നേഹിക്കാം? അതിന് ഏറ്റവും നല്ല മാർഗം ഒന്ന് ഖുർആൻ ഓതുക. ഖുർആൻ ഓതുക. കാരണം ഖുർആനിലൂടെയാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് അള്ളാഹുവിനെ ഏറ്റവും സ്നേഹിക്കാനുള്ള മാർഗം ഖുർആൻ ഓതുകയാണ്. അതേപോലെ നിസ്കരിക്കാം. ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നു, നിസ്കാരത്തിലൂടെ നമ്മൾ അള്ളാഹുവിനോട് സംസാരിക്കുന്നു. നിസ്കാരത്തിലൂടെ നമ്മൾ പറയുന്നത് മുഴുവനും അള്ളാഹു കേൾക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. ഇപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് എല്ലാ കാര്യം പറയുന്നു, നിങ്ങളൊക്കെയും കേൾക്കുന്നത്. പിന്നെ നിങ്ങൾ ഇന്നേരം എനിക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെയും പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കുന്ന ഒരവസ്ഥ. ടെക്നിക്കലി ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത് പോസിബിൾ അല്ല, പക്ഷെ അള്ളാഹ്ക്ക് അത് ഈസിയാണ്, നോ പ്രോബ്ലം. കോടിക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിലും അവർ പറയുന്നത് മുഴുവൻ അള്ളാഹ്ക്ക് കേൾക്കാൻ കഴിയും.
അള്ളാഹുവായിട്ട് സംസാരിക്കും. അപ്പം അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹപ്രകടനത്തിനുള്ള ഏറ്റവും നല്ല മാർഗം ഒന്ന് നിസ്കാരം, അതേപോലെ തന്നെ ഖുർആൻ ഓതുക, പിന്നെ ഉള്ളത് ദുആ ചെയ്യാം. ഈ ദുആന്റെ ഒരു ഭാഗമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മള് നിസ്കാരത്തിലൂടെയും ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാ കാര്യത്തിന്റെയും ദുആകളാണ് നിസ്കാരത്തിൽ വരുന്നത്. അപ്പം ദുആ ചെയ്യുക, ദുആ ചെയ്തുകൊണ്ട് അള്ളാഹുവായിട്ട് എടുക്കുക, അള്ളാഹുവായിട്ട് മുനാജാത്ത് നടത്തുക, അള്ളാഹു ഇന്റെ തൊട്ടടുത്തുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മുഴുവൻ അള്ളാഹു കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് അള്ളാഹ്ക്ക് ദുആ ചെയ്യാം. ആരോടോ ദുആ ചെയ്യുക എന്നതിലല്ല, ഞാൻ അള്ളാഹുവിനോട് നേരിട്ടാണ് ദുആ ചെയ്യുന്നത്. ആ രീതിയിൽ ദുആ ചെയ്ത് നോക്കാം. അള്ളാഹിനോടുള്ള സ്നേഹം കൂടിക്കൂടി വരും. അള്ളാഹിനോട് സംസാരിക്കാം. കാരണം അള്ളാഹിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാമല്ലോ. നമ്മള് നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ അള്ളാഹുവിനോടല്ലേ നേരിട്ട് സംസാരിക്കുന്നത്. ആ രീതിയിൽ അള്ളാഹിനോട് സംസാരിക്കാം. എന്റെ എല്ലാ കാര്യവും അള്ളാഹിനോട് പറയാം. അള്ളാഹിനോട് പറയുന്ന സമയത്ത് അത് ഗീബത്തോ നമീമത്തോ ആവുന്നില്ല. നമ്മളെ വിഷമങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അതേപോലെ പിന്നെ സ്നേഹിക്കാനുള്ള മാർഗമാണ് അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകൾ ഓർക്കുക. നമ്മളുള്ളതെല്ലാം അള്ളാഹു തന്നതാണ്. ഈവൻ നമ്മൾ ഓരോ ശ്വാസോച്ഛ്വാസവും അള്ളാഹു തന്നതാണ്. നമ്മൾക്ക് ശരീരത്തില് കോശങ്ങളുണ്ട്, കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഒരു കോശം എന്ന് പറഞ്ഞാല് ഈ ഒരു പഞ്ചസാര തരി ഒരു 100 അല്ലെങ്കിൽ 1000 തവണ മുറിച്ചാല് അതിൽ ഒരു തരി എത്ര വലിപ്പം ഉണ്ടാവുമോ അതാണ് ഒരു കോശം. അങ്ങനെ കോടിക്കണക്കിന് കോശങ്ങളെ കൊണ്ടാണ് നമ്മളെ ശരീരം സൃഷ്ടിച്ചത്. ഈ കോശങ്ങൾക്കുള്ളിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കുക ആ ഒരു കാര്യം. നമ്മളെ ശരീരത്തിൽ ആ ഒരു വർക്ക് നിന്ന് കഴിഞ്ഞാൽ അവിടെ കറുത്തിരുണ്ട് മരിച്ചു പോകും. ആ ഭാഗം വർക്ക് ചെയ്യാതാവും. അതേപോലെ തന്നെ ആ വർക്ക് വ്യത്യാസപ്പെട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്താവും, അവിടെ വലിയ വലിയ കുമിളകൾ വന്ന് വലിയ മറ്റു രീതിയിലായി മാറും നമ്മളെ ശരീരം. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു നമ്മളെ ശരീരത്തിന് പോലും എത്രത്തോളം നിഅമത്ത് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന് ഓരോ നിമിഷം ഓരോ ശ്വാസത്തിന് നമ്മൾ ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനല്ലേ നേരം ഉണ്ടാവുള്ളൂ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും ഹംദ് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം നമുക്കുള്ളതെല്ലാം അള്ളാഹു തന്നതാണ്. നമ്മൾ ഒരിക്കലും ഒരു BMW കാർ എടുത്തിട്ട് മറ്റോന്റെ കാറിന്റെ പോരിശ പറയുന്ന രീതിയിലേക്ക് മാറരുത്. നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമുക്കൊരു വീടുണ്ട്, എന്നിട്ട് നമ്മൾ ജനലിലൂടെ മറ്റേ ആളെ വീട് നോക്കിയിട്ട് ഓ അവന്റെ വീട് അങ്ങനെ ഉണ്ട്, നമ്മളത് ഇത്രേ ഉള്ളൂ അല്ലേ, ഓന്റെ വീടിന് പച്ച പെയിന്റ് ഉണ്ട്, നമ്മളിത് മഞ്ഞേ ഉള്ളൂ അല്ലേ, ഈ രീതിയിൽ നമ്മള് നന്ദി കെട്ടവരാവാതിരിക്കുക. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഹംദ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, അല്ലാതെ പരാതി പറഞ്ഞുകൊണ്ട് നന്ദി കെട്ടവരായിട്ട്. അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യര് നന്ദി കെട്ടവരാണെന്ന്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, നമ്മൾ അതിൽ ഉൾപ്പെടാതിരിക്കട്ടെ. നമുക്കുള്ളതെല്ലാം അള്ളാഹു തന്നതാണ്. അപ്പം അത് അള്ളാഹു തന്നതാണ്. അള്ളാഹുവെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എത്ര ഹംദ് പറഞ്ഞാലും നമ്മള് കിട്ടിയതിന് തന്നെ എത്ര ഹംദ് പറഞ്ഞാലും മതിയാവൂല. അപ്പൊ പിന്നെ നമുക്ക് എവിടെ അവകാശം കിട്ടിയതിനോട് പരാതി പറയാനേ. നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട് വേണ്ടേ പരാതിയിലേക്ക് മാറാൻ. അതിനുള്ള സമയമില്ല. നമ്മളെ ഓരോ ഉമിനീര് പോലും നമുക്ക് ബ്ലെസ്സിങ് ആണ്. സുബ്ഹാനല്ലാഹ്. നാലാമത്തെ കാര്യം ഒബേഹിം. നല്ല ജീവിതം കൊണ്ടും നല്ല നിസ്കാരം കൊണ്ടും ഒക്കെയും അള്ളാഹുവിനെ ബഹുമാനിക്കുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. അള്ളാഹു എപ്പോഴും എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ബോധം നമ്മുടെ മനസ്സിൽ നിലനിർത്താം. അള്ളാഹുവിനെ സ്നേഹിച്ചാൽ തന്നെ ലൈഫ് മാറും, തനിയെ മാറും. ബാക്കിയുള്ളതൊക്കെയും ചെയ്യുന്നില്ല, ഞാൻ അള്ളാഹുവിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാം. എനിക്ക് ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട്, ഓക്കെ അള്ളാഹ്ക്ക് കാണുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ അള്ളാഹിനെ സ്നേഹിച്ച് കണ്ട് മുന്നോട്ട് പോവാണ് മതി. നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ സ്നേഹിക്കുന്നു അത്രത്തോളം നമ്മുടെ ലൈഫ് മാറും. നമ്മളെ മനസ്സ് സമാധാനത്തിലാവും, നമ്മളെ ഹൃദയം സമാധാനത്തിൽ സന്തോഷത്തിലാവും, നമ്മളെ ലക്ഷ്യം ക്ലിയർ ആയി മാറും. അള്ളാഹുവേ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് എത്താൻ സാധിപ്പിച്ചു തരണേ റബ്ബേ. ഞങ്ങളുടെ ഹൃദയം നിന്റെ നൂറിനാൽ നിറയ്ക്കാൻ സാധിപ്പിക്കണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നമ്മളെ ഈ ഒരു 6 മാസത്തെ യാത്ര നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള യാത്രയാണ്. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും അത് മുഴുവനാക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.